ശരി, സാജിദ് അജ്മലാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഫലം തിരിച്ചടിയായതോടെ സർക്കാരിന്റെ ഇടപെടലുകളിൽ CPM വീണ്ടും തിരുത്തൽ വരുത്തിയേക്കും. ക്ഷേമ പെൻഷൻ അടക്കമുള്ളവയിൽ മുൻഗണന തീരുമാനിച്ച് മുന്നോട്ടു പോകാനുള്ള ആലോചന പാർട്ടി തലത്തിൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഭരണവിരുദ്ധ വികാരമില്ലെന്ന് പരസ്യമായി പറയുമ്പോഴും പാർട്ടി നേതൃയോഗങ്ങളിലേക്ക് എത്തുമ്പോൾ സർക്കാരിന്റെ ഭരണവും ഇഴകീറി പരിശോധിക്കും. അർബി സനൂപ് വിവരങ്ങൾ നൽകും. സനൂപ്, എത്ര ഭരണവിരുദ്ധ വികാരമില്ല എന്ന് പറഞ്ഞാലും ജനക്ഷേമ പ്രവർത്തനങ്ങളിലൊക്കെ ഒന്നുകൂടെ വിശദമായി പരിഗണിച്ച് പ്രത്യേകിച്ച് ക്ഷേമ പെൻഷനുകളൊക്കെ മുടങ്ങിയതും അത് വലിയ തിരിച്ചടിയായെന്നുമുള്ള വിമർശനങ്ങൾ ഉയരുമ്പോൾ ഭരണവിരുദ്ധ വികാരമില്ല എന്ന് ഇനിയും തള്ളി പറയാൻ സാധ്യമല്ല. അത്തരമൊരു ചർച്ചകളിലേക്ക്, പരിശോധനകളിലേക്ക് കൂടെ പാർട്ടി കടക്കുകയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഒരു തരത്തിൽ കണ്ണു തുറക്കുന്നതായി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. ജിൽസി, നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തെ തുടർന്ന് സർക്കാരിനും CPM-നും അവരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തേണ്ടി വന്നു. LDF-ന് തന്നെ ഇടപെടേണ്ടി വന്നു. ഈ ക്ഷേമ പെൻഷൻ അടക്കം കുടിശ്ശിക എത്രയും വേഗം തീർപ്പാക്കണമെന്നുള്ള കാര്യത്തിൽ അതിന്റെ അടിസ്ഥാനത്തിലാണ് കുടിശ്ശിക ഇപ്പോൾ തീർത്തു വരുന്നത്. അതിനിടയിലാണ് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരുന്നതും സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ഇഴകേറി പരിശോധിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ വീണ്ടും വന്നത്. മൂന്നാം ഭരണം ഉണ്ടാവുമെന്നുള്ള പ്രചരണം CPM വലിയ തോതിൽ നടത്തുന്നുണ്ടായിരുന്നു. ക്യാപ്റ്റൻ 3 ലോഡിംഗ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രചരണം നടത്തുകയായിരുന്നു. അതിലാണ് ഇപ്പോൾ ഈ നിലമ്പൂർ പരാജയം ഒരു നിഴൽ വീഴ്ത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടും സർക്കാരിന് അവരുടെ പ്രവർത്തനം ഇഴകീഴി പരിശോധിക്കേണ്ട ഒരു സ്ഥിതി തന്നെയാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. അതുകൊണ്ട് ഈ ക്ഷേമ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ തീർച്ചയായിട്ടും ഒരു മാറ്റം വരുത്താൻ വേണ്ടി സർക്കാരിന് മേൽ CPM-ന്റെ സമ്മർദ്ദം ഉണ്ടാകും. ഭരണവിരുദ്ധ വികാരമില്ല എന്നുള്ള കാര്യം CPM ആവർത്തിക്കുമ്പോഴും അത് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അക്കാര്യം പരിശോധിക്കണമെന്ന് ഇന്നലെ CPI തന്നെ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് വരാൻ പോകുന്ന CPM-ന്റെ നേതൃയോഗങ്ങളെല്ലാം തന്നെ ഈ നിലമ്പൂരിലെ കനത്ത പരാജയം തീർച്ചയായിട്ടും ചർച്ചാ വിഷയമായിട്ട് ഉയരുകയും അതുകൊണ്ട് തിരുത്തൽ എവിടെയൊക്കെ തിരുത്തൽ വരുത്തണമെന്ന കാര്യത്തിൽ ഒരു ചർച്ച ഉണ്ടാവുകയും ചെയ്യും. നേരത്തെ നേരത്തെ പറഞ്ഞ പോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാക്കിയ പല മാറ്റങ്ങളും അത് ജനങ്ങളിലേക്ക് എത്തിയോ ഇല്ലയോ എന്നുള്ള കാര്യം കൂടി CPM-ന് പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും അവർ ഉദ്ദേശിച്ച രീതിയിലുള്ളൊരു വിജയം അവിടെ കരസ്ഥമാക്കാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല ദയനീയമായിട്ടുള്ള ഒരു പരാജയത്തിലേക്ക് CPM-ന് പോകേണ്ടി വന്നിരുന്നു. മുമ്പ് 2006-ലൊക്കെ P. ശ്രീരാമകൃഷ്ണൻ മത്സരിച്ചപ്പോൾ പോലും ഇപ്പോൾ സ്വരാജ് നേടിയതിനേക്കാൾ കൂടുതൽ വോട്ടൊക്കെ നേടാൻ കഴിഞ്ഞിരുന്നു. ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തിനെ നിലമ്പൂരിലെ ആളായിട്ട് കൂടി പോലും സ്വരാജിന് വേണ്ട രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു വിലയിരുത്തൽ എന്തായാലും പാർട്ടിക്കുണ്ട്. എന്തായാലും വരാൻ പോകുന്ന നേതൃയോഗങ്ങളിൽ ഇക്കാര്യങ്ങളെല്ലാം തന്നെ വിശദമായിട്ട് ചർച്ച ചെയ്യും. ഇന്നിപ്പോൾ CPI-യുടെ എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നുണ്ട്. അതിലും വിശദമായിട്ട് ഈ നിലമ്പൂർ തോൽവി ചർച്ചയാവും. ജിൽസി.